ഇവിടെ OH ലെഫ്റ്റ് സൈഡിലായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഈ റിങ്ങിൻ്റെ ഓക്സൈഡ് റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ OH വന്നതുകൊണ്ട് അതിനെ βD ഗ്ലൂക്കോപൈറനോസ് സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പം ഈ ഓപ്പൺ സ്ട്രക്ചറിൽ നിന്ന് 2 തരത്തിലുള്ള റിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാം. ഒരു ഓക്സൈഡ് റിങ് ഫോം ചെയ്യുന്നത് തന്നെ 2 രൂപത്തിലാകാം. ഒന്നിൽ ഓക്സൈഡ് റിങ്ങിൻ്റെ സെയിം സൈഡിൽ തന്നെ OH വരാം, അല്ലെങ്കിൽ ഓക്സൈഡ് റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ OH വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് 2 ഐസോമറിക് ഫോംസ് ആണ്, 2 സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് ഇവർ. ഓക്കെ, സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. അതായത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കാർബൺ ആറ്റം എന്ന് പറയുന്ന ഒരു അസിമെട്രിക് കാർബൺ അല്ല. ഇവിടെ അസിമെട്രിക് കാർബൺ എന്ന് പറയുന്നത് 2nd, 3rd, 4th, 5th ഇത് മാത്രമാണ് അസിമെട്രിക്. ഇത് രണ്ടും അസിമെട്രിക് അല്ല. കാരണം അതിൻ്റെ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആറ്റമായിട്ടല്ല. ഇവിടെ ഒരു ഡബിളി ബോണ്ടഡ് ഓക്സിജൻ വന്നിട്ടുണ്ട്. ഈ കാർബണിൽ ഹൈഡ്രജൻ 2 പ്രാവശ്യം ബൈൻഡ് ചെയ്തിട്ടുണ്ട്, ഒരേ ആറ്റം ഹൈഡ്രജൻ തന്നെ. അതുകൊണ്ട് ഇത് രണ്ടും അസിമെട്രിക് അല്ല. അപ്പോൾ ഈ നോൺ അസിമെട്രിക് ആയിട്ടുള്ള ആൽഡിഹൈഡിക് കാർബൺ, ആൽഡിഹൈഡിക് ഗ്രൂപ്പിലുള്ള കാർബൺ, ദാറ്റ് ഈസ് നോൺ അസിമെട്രിക് ആൽഡിഹൈഡിക് കാർബൺ ചേഞ്ചസ് ടു ആൻ അസിമെട്രിക് കാർബൺ അല്ലേ. ഈ 2 കേസിലും അത് അസിമെട്രിക് ആയി മാറി, 4 സിംഗിൾ വാലൻസി ആയി മാറി കാർബൺ. അപ്പോൾ 2ലും അത് അസിമെട്രിക് ആയി. പക്ഷേ ആ അസിമെട്രിക് സ്ട്രക്ചർ എന്താണ്? ഒരു റിംഗ് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഐസോമേഴ്സ്, ദീസ് 2 ഐസോമേഴ്സ്, 2 സ്റ്റീരിയോ ഐസോമേഴ്സ് ഫോംഡ് from a non-asymmetric carbon atom of the CHO group by an oxide ring formation. അതിനെയാണ് നമ്മൾ അനോമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പൈറാനോസ് റിംഗ് സ്ട്രക്ചർ existing in 2 stereo isomeric forms by the generation of a new asymmetric carbon center. Okay, നമുക്കിങ്ങനെ പറയാം, 2 stereo isomeric forms generated from a non-asymmetric carbon atom of the CHO group by an oxide ring formation. അതിനെയാണ് നമ്മൾ അനോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും മ്യൂട്ടാ റൊട്ടേഷൻ ഒന്ന് നോക്കുകയാണ്. അപ്പം ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് അക്വസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ നോർമലി ഗ്ലൂക്കോസ് വിൽ ബി ഇൻ ദി ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോ സ്ട്രക്ചർ. ശരിക്കും ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷനാണ് +113 ഡിഗ്രി. ഇനി അത് ബീറ്റ